മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. യഹോവ എന്നെന്നും വിശുദ്ധനാകയാൽ നീയും വിശുദ്ധനാകുക. യഹോവ എന്നെന്നും വിശുദ്ധനാകയാൽ നീയും വിശുദ്ധനാകുക. സൽഗുണ സമ്പൂർണനാകുക, ക്രിസ്തുവിനെ പോലെയാകുക. സൽഗുണ സമ്പൂർണനാകുക, ക്രിസ്തുവിനെ പോലെയാകുക. യഹോവ എന്നെന്നും വിശുദ്ധനാകയാൽ നീയും വിശുദ്ധനാകുക. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 7 വാക്യം വായിക്കുകയാണ്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. കഷ്ടതയിലൂടെ കടന്നുപോകുന്ന വിശ്വാസികളെ അവരുടെ കഷ്ടതയിൽ നിലനിൽപ്പാനും കഷ്ടത നൽകിയ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ ഗ്രഹിപ്പിക്കുവാനും പത്രോസ് ഇവിടെ എഴുതുകയാണ്. ഇവിടെ പത്രോസ് പറയുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് ഈ കഷ്ടത എന്ന് പറഞ്ഞാൽ, വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ ആ വിശ്വാസിയുടെ വിശ്വാസം യഥാർത്ഥമാണെന്ന് തെളിയുകയാണ്. വിശ്വാസിയുടെ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ തൻ്റെ വിശ്വാസം താൻ വിശ്വാസിയാണ് എന്നുള്ളത് വെളിപ്പെടുകയാണ്. മാത്രമല്ല, ഈ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായി തീർന്നു. നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും ശുദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വിശ്വാസിയെ കഷ്ടത സഹിഷ്ണുതയ്ക്ക് ഉള്ളവരാക്കി തീർക്കുന്നു. അഥവാ കഷ്ടത അനുവദിക്കുന്ന ദൈവം സഹിക്കാനുള്ള കൃപയും കൂടെ നൽകുന്നു. സഹിഷ്ണുത ലഭിക്കാൻ കാരണമായി തീരുന്നു. ആ സഹിഷ്ണുതയിൽ തുടരുമ്പോൾ സിദ്ധത അഥവാ സ്വഭാവ രൂപീകരണം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് തീരുന്നു. ക്രിസ്തുവിൻ്റെ സഹിഷ്ണുത നമുക്ക് അനുഭവിക്കാൻ, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിൽ നമുക്ക് പങ്കാരായി തീരുവാൻ സാധിക്കും. ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ കഴിയും. അവൻ കഷ്ടം അനുഭവിച്ചിട്ടും മിണ്ടാതെ നിന്ന് യാതൊരു ഭീഷണി വാക്കും ഉച്ചരിക്കാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ പരമേൽപ്പിച്ചുവെന്ന് പത്രോസ് 2 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. മാത്രമല്ല, പ്രത്യാശയോടെ ഉള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. കഷ്ടങ്ങൾ തീരും, കർത്താവ് വരും. കർത്താവിൻ്റെ മുമ്പിൽ ആ തേജസ്സിൽ ആനന്ദിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യാശ കഷ്ടതയെ അഭിമുഖീകരിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കഷ്ടതയുടെ നന്മ അനുഭവിക്കുവാനും ആ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിപ്പാനും കഷ്ടതയിൽ സന്തോഷിപ്പാനും കഷ്ടത അനുഭവിച്ച ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുവാനും ഇടയാകുന്നു. അടുത്തായിട്ട് പത്രോസ് പറയുന്നത് ഇത് വിലയേറിയതാണ്. എന്തിനേക്കാൾ വിലയേറിയതാണ്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ. ഇവിടെ ഈ ലോകത്തിലെ ഏറ്റവും വിലയുള്ളതായി മനുഷ്യൻ കാണുന്നത് ഒന്നാണ് പൊന്ന്. എന്നാൽ പത്രോസ് പറയുകയാണ് ഈ പൊന്നിൻ്റെ 2 പ്രത്യേകതകൾ. ഒന്ന്, എത്ര വിലയേറിയതാണെങ്കിലും എത്ര ശോഭയുള്ളതാണെങ്കിലും കാലം കഴിയുമ്പോൾ
ആ പൊന്ന് അഴിഞ്ഞു പോകും, ആ പൊന്നിൻ്റെ ശോഭ കെട്ടുപോകും. എന്നാൽ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ ശോഭ കെട്ടുപോകുന്നില്ല. നിത്യത മുഴുവൻ അതിൻ്റെ ശോഭ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ ശോധന അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ്, വിലയേറിയതാണ്. മാത്രമല്ല പൊന്നിൻ്റെ വില ഇടിഞ്ഞു പോകും. എന്നാൽ വിശ്വാസി കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതയുടെ പരിശോധനയുടെ വില ഒരിക്കലും ഇടിഞ്ഞു പോകുന്നില്ല. അതിന് നിത്യത മുഴുവൻ വിലയുണ്ട്. മാത്രമല്ല പൊന്ന് ഊതിക്കഴിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ, അത് കൂടുതൽ ശോഭയുള്ളതായി തീരുന്നത് പോലെ, വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം പരിശോധന അനുഭവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കീടങ്ങളും നീക്കി ശുദ്ധിയുള്ളതാക്കി കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ മഹത്വം, കർത്താവ് ആ ജീവിതത്തിൽ വെളിപ്പെടുന്നതിൽ ശോഭയുള്ളതാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരിശോധന ശ്രേഷ്ഠമാണ്. അടുത്തതായിട്ട് പറയുകയാണ്, കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസിക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ ആ ചിന്തയോടെ ജീവിക്കാൻ കഴിയണം. കഷ്ടതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലെങ്കിൽ പലപ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ചിന്ത നമ്മെ വലിയ സ്വാധീനം ചെലുത്തുകയില്ല. എന്നാൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശ വർദ്ധിക്കുകയാണ്. പ്രത്യാശയിൽ പ്രശംസിക്കാൻ കഴിയുന്നു. ഈ ഭൂമിയിലെ കഷ്ടങ്ങളെല്ലാം തീരുന്ന, ദുഃഖങ്ങളും കണ്ണുനീരും തീരുന്ന, പ്രതിസന്ധികൾ മാറുന്ന ഒരു നല്ല ദിവസം വരും. ആ പ്രത്യാശയോട് നിറയപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പത്രോസ് പറയുന്നതായ കാര്യം. കർത്താവിൻ്റെ പ്രത്യക്ഷതയോടെ അല്പനേരത്തേക്കുള്ള ഈ കഷ്ടതകളെല്ലാം മാറും. നിത്യകാലമുള്ള ആനന്ദത്തിലേക്ക് വിശ്വാസി പ്രവേശിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന, പ്രത്യാശയുടെ സ്ഥിരത, ഇത് ഈ കഷ്ടതയിലൂടെ സാധിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ എന്ത് സംഭവിക്കുമെന്ന് വിശ്വാസി മനസ്സിലാക്കുമ്പോൾ അവരുടെ കഷ്ടതയിൽ നിലനിൽപ്പാൻ സാധിക്കും. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്ക്, തേജസ്സിനെ മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. കഷ്ടതയുടെ മധ്യത്തിൽ മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഈ കഷ്ടതയുടെ അവസാനം കർത്താവിൻ്റെ വരവെങ്കിൽ ചിലത് കാണാൻ കഴിയും. ഒന്ന്, കർത്താവിൻ്റെ പുകഴ്ച, കർത്താവിനെ പുകഴ്ത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അത് കാരണമായിട്ട് തീരും. മാത്രമല്ല തേജസ്സിന്, മഹത്വത്തിന്, കർത്താവിൻ്റെ മഹത്വത്തിന് അത് കാരണമായി തീരും. മാത്രമല്ല കർത്താവിനെ മാനിക്കുവാൻ അത് കാരണമായി തീരും. നിത്യതയിൽ ആ കർത്താവിൻ്റെ പുകഴ്ത്തുവാനും കർത്താവിൻ്റെ മഹത്വത്തെയും കർത്താവിൻ്റെ മാനത്തിനും കാരണമായി തീരുന്നു. മാത്രമല്ല വിശ്വാസിക്ക് ദൈവസഭയിൽ പുകഴ്ച ലഭിക്കുവാൻ, കഷ്ടത സഹിച്ചവരെ മാനിക്കുന്ന ഒരു കർത്താവ് വരും. തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് തന്നെ കഷ്ടം സഹിച്ചവരെ ആദരിക്കുന്ന അന്ന് പുകഴ്ചയ്ക്ക് കാരണമായി തീരും. മാത്രമല്ല തേജസ്സിന് കാരണമായി തീരും. കഷ്ടം സഹിക്കുന്നവര് കൂടുതൽ തേജസ്സിന് പങ്കാളിയായിത്തീരും. നാം അവരോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവരോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്രയും നാം വായിക്കുന്നു. തേജസ് വർദ്ധിക്കാൻ അത് കാരണമായിത്തീരുന്നു. മാത്രമല്ല അവിടെ മാനത്തിന്, ബഹുമാനത്തിന്, അവിടെ ആദരവിന്, കഷ്ടം സഹിച്ചവരെ ആദരിക്കുന്ന ഒരു യജമാനൻ തൻ്റെ ദാസനെ ആദരിക്കുന്ന പോലെ കർത്താവ് തനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചവരെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഇക്കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷതയെ നോക്കി പാർക്കാം, അവിടുത്തെ വരവിനായിട്ട് ഒരുങ്ങാം. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹദൂതുമായി ഭൂതലേ വന്ന സത്യദൈവത്തിൻ ഏകജാതസുതനെ, സ്നേഹദൂതുമായി ഭൂതലേ വന്ന സത്യദൈവത്തിൻ ഏകജാതസുതനെ, വിശ്വസിക്കുക, അനുസരിക്കുക, നിത്യജീവൻ പ്രാപിച്ചിടുക.
വിശ്വസിക്കുക, അനുസരിക്കുക, നിത്യജീവൻ പ്രാപിച്ചിടുക. യഹോവ എന്നെന്നും വിശുദ്ധനാകയാൽ നീയും വിശുദ്ധനാകുക.